ഫ്രണ്ട്സ്, ഇത് നമുക്ക് ഒരു പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാം. അതിനുവേണ്ടി നല്ല പഴുത്ത പൈനാപ്പിളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പൈനാപ്പിൾ പച്ചടിക്ക് എപ്പോഴും നല്ല പഴുത്ത മധുരമുള്ള പൈനാപ്പിൾ ആയിരിക്കണം എടുക്കാൻ. അതാണ് കൂടുതൽ ടേസ്റ്റ്. ഈ മധുരം അല്പം കുറവാണെങ്കിൽ നിങ്ങൾ അതിന് പകരമായിട്ട് കറിയിൽ പഞ്ചസാര ആഡ് ചെയ്യുക. ഇനി നമുക്ക് പൈനാപ്പിൾ എങ്ങനെ മുറിക്കുന്നത് നോക്കാം. അതിനുശേഷം ഞാൻ പൈനാപ്പിൾ പച്ചടിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് പറഞ്ഞു തരാം. ഇനി നമുക്ക് പൈനാപ്പിൾ മുറിക്കാം. ആദ്യം നമ്മൾ രണ്ട് സൈഡും കട്ട് ചെയ്ത് കളയണം. അതിനുശേഷം ചെറിയ ചെറിയ പീസാക്കി മുറിക്കുക. ഞാനിവിടെ 1/4 ഭാഗം പൈനാപ്പിളാണ് പച്ചടിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലെ ആളുകളുടെ എണ്ണം അനുസരിച്ച് നിങ്ങൾ പൈനാപ്പിളിൻ്റെ അളവും കൂട്ടിക്കോളൂ. രണ്ട് സൈഡും മുറിച്ച് കളയുക. ചിലപ്പോൾ പൈനാപ്പിളിൻ്റെ ചില ഭാഗങ്ങളൊക്കെ കേടുണ്ടാവും. അങ്ങനെ കേടുണ്ടെങ്കിൽ ആ സൈഡ് നമ്മൾ കളയുക. ഈ ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കുക. തൊലി കളയാൻ എളുപ്പമാണ്. ഇങ്ങനെ എടുക്കുക. ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. മുക്കാൽ ഭാഗം എടുക്കുന്നുള്ളൂ. നമുക്ക് ഓരോ പീസസ് ആക്കിയിട്ട് തൊലി കളയാം. ആദ്യം നമ്മൾ ഇങ്ങനെ കളയാം. അപ്പോൾ നമുക്ക് എളുപ്പമാണ്. ഇങ്ങനെ കളയാം. എല്ലാ ഭാഗവും തൊലി പെട്ടെന്ന് കളയാൻ പറ്റും. പിന്നെ ഈ ഭാഗമല്ലേ പൈനാപ്പിളിൻ്റെ ഈ ഭാഗം നമ്മൾ കറിയിൽ യൂസ് ചെയ്യരുത്. ഇത് പലർക്കും അലർജി ഉണ്ടാക്കുന്ന ഭാഗമാണ്. ചിലർക്ക് ഇത് കഴിക്കുമ്പോൾ ചൊറിച്ചിൽ വരാറുണ്ട്. അപ്പോൾ ഇത് ഞാൻ കറിയിൽ യൂസ് ചെയ്യാറുമില്ല. സാധാരണ ഇതാരും കറിയിൽ യൂസ് ചെയ്യില്ല. അതുപോലെ കഴിക്കുമ്പോഴും നമ്മളിത് മുറിച്ച് കളയാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാം. അതേപോലെ എല്ലാ പീസസും നമ്മൾ ആദ്യം തൊലി കളയുക, ശേഷം കട്ട് ചെയ്യാം. എളുപ്പത്തിൽ തൊലി കളയാൻ പറ്റും. എല്ലാ ഭാഗവും എളുപ്പത്തിൽ. ഇനിയിപ്പോൾ നമ്മൾ അവിടെ ഇവിടെയും കുറച്ച് ദിവസം ഉണ്ടെങ്കിൽ വീണ്ടും കളയാം. പക്ഷെ നമുക്ക് കയ്യിൽ വെച്ച് കളയുന്നേക്കാൾ എളുപ്പമാണ് ഇങ്ങനെ കളയാൻ. ഇപ്പോൾ തൊലി കളഞ്ഞു. നമുക്കിത് നുറുക്കാം. ആദ്യം നമ്മൾ ഈ നടുവത്തെ ഈ ഭാഗം കളയണം. അതിന് വേണ്ടി ഇങ്ങനെ കട്ട് ചെയ്യുക. ഈ ഭാഗം നമ്മൾ കളയുക. ചിലപ്പോൾ ചൊറിയും. അപ്പോൾ ഇത് വേണ്ട, ഇത് നമ്മൾ കളയാം. ഇനി നമുക്ക് ഇത് പീസസ് ആക്കാം. ചെറുതാക്കിയിട്ട് അരിയുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. പൈനാപ്പിൾ നല്ല വേവുള്ള ഒരു ഫ്രൂട്ടാണ്. അത് കാരണം നന്നായി വേവിക്കണം. ഒരു വിസിൽ കൂടുതൽ അടിച്ചാലേ ഇത് വേവുള്ളൂ കുക്കറിൽ. അപ്പോൾ നന്നായി ചെറുതാക്കി അരിയാൻ ശ്രദ്ധിക്കുക. ചെറുതാക്കി അരിഞ്ഞാലാണ് പെട്ടെന്ന് വേവുക. പച്ചടിക്കാവുമ്പോൾ ചെറുതാക്കി അരിയുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. ഇങ്ങനെ ചെറുതാക്കി അരിയാം. ഇങ്ങനെ എല്ലാ പീസസും നമ്മൾ അരിഞ്ഞെടുക്കുക. മുഴുവൻ പീസസും ഇങ്ങനെ നുറുക്കുക. മുഴുവൻ പീസസും നുറുക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. പൈനാപ്പിൾ കനം കുറച്ച് ചെറുതാക്കി അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ കനം കുറച്ച് അരിയുക. പിന്നെ വേണ്ടത് കട്ട തൈരാണ്. തൈര് നിങ്ങൾ പുളിക്കനുസരിച്ച് ചേർക്കണം. കട്ട ഉടച്ചിട്ട് വേണം ചേർക്കാൻ. പിന്നെ വേണ്ടത് തേങ്ങയാണ്. ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കടുക് തേങ്ങയുടെ കൂടെ നമ്മൾ അരയ്ക്കണം. തേങ്ങ, പച്ചമുളക്, 3/4 ടീസ്പൂൺ കടുകും ചേർത്തിട്ടാണ് ഞാൻ അരയ്ക്കുന്നത്. നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. നമുക്ക് ആദ്യം ഈ പൈനാപ്പിൾ വേവിക്കണം. പൈനാപ്പിളിന് നല്ല വേവുണ്ട്. അപ്പോൾ അത് കാരണം കുക്കറിൽ വേണം വേവിക്കാൻ. നമുക്ക് പൈനാപ്പിൾ വേവിക്കാം. അതിനു വേണ്ടി ഒരു കുക്കർ എടുത്തു. കുക്കറിലേക്ക് പൈനാപ്പിൾ ഇടുക. ശേഷം അതിലേക്ക്
1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അധികം വേണ്ട. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. 1/4 ടീസ്പൂൺ മുളക് പൊടി. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. അധികം വെള്ളം ഒഴിക്കരുത്, പിന്നെ വെള്ളം വീണ്ടും വറ്റിച്ചെടുക്കേണ്ടി വരും. അത് കാരണം വേവാൻ വേണ്ടി മാത്രം വെള്ളം ഒഴിക്കുക. കൂടുതൽ വെള്ളം ഒഴിച്ചാൽ നമുക്ക് വീണ്ടും അത് വറ്റിച്ചെടുക്കാൻ സമയം പിടിക്കും. അപ്പോൾ അത് കാരണം കുറച്ച് വെള്ളം ഒഴിക്കുക. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതായത് എൻ്റെ അടുത്തുള്ള ഗ്ലാസ്സിന് 1 ഗ്ലാസ്, ഇത് മെഷർമെൻറ്റ് ഗ്ലാസ്സൊന്നും അല്ല. ഇതിന് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. നന്നായി ഇളക്കി കൊടുക്കുക. മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ടില്ല, അതിനേക്കാൾ തൊട്ട് താഴെയാണ് വെള്ളം. വേവണം, അത്രയേ ഉള്ളൂ. ഉപ്പ് ഇപ്പം തന്നെ ചേർക്കുന്നില്ല. കുക്കർ തുറന്നിട്ട് വെന്തതിന് ശേഷം ചേർക്കുന്നുള്ളൂ. കുക്കർ അടച്ചു വയ്ക്കാം. ഒരു 8 വിസിൽ അടുപ്പിക്കുക. സ്റ്റീം പോയതിന് ശേഷം തുറന്ന് നോക്കുക. നന്നായി വേവണം. നന്നായി വെന്താലേ പച്ചടി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിന് 8 വിസിൽ അടിക്കുക. ഓരോ പൈനാപ്പിളിൻ്റെയും വേവ് വ്യത്യാസം ഉണ്ടാവും ചിലപ്പോൾ. അത് കാരണം നിങ്ങൾ 8 വിസിൽ അടുപ്പിച്ച് തുറന്ന് നോക്കിയതിന് ശേഷം വേവ് കുറവാണെങ്കിൽ വീണ്ടും കുറച്ച് വെള്ളം ഇല്ലാച്ചും കുറച്ച് വെള്ളം ചേർത്ത് വീണ്ടും വേവിക്കുക. നമുക്ക് വേവിക്കാം. ഒരു കാര്യം വിട്ടുപോയി, തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വേവിക്കാൻ. മീഡിയം ഫ്ലെയിമിൽ 8 വിസിൽ അടുപ്പിക്കുക. ഇനി നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അതിനുവേണ്ടി മിക്സിയുടെ ജാർ എടുക്കുക. ഇതിലേക്ക് നമ്മൾ ചിരകി വെച്ച തേങ്ങ ഇടുക. നന്നായി അരയണം തേങ്ങ, പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക്, പിന്നെ വേണ്ടത് പച്ചമുളക്. ഇത് രണ്ടും കൂടി ചേർത്ത് വെള്ളം ചേർത്തിട്ട്, അതായത് കുറച്ച് വെള്ളം ചേർത്തോളൂ. ആവശ്യത്തിന് അരയാനുള്ള വെള്ളം മാത്രം ചേർക്കുക. എന്നിട്ട് അരച്ചെടുക്കുക. പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഞാൻ അരച്ചു കൊണ്ടുവരാം. പിന്നെ വേണ്ടത് തൈര് നന്നായിട്ട് കട്ട ഉടയ്ക്കണം. മിക്സിയുടെ ജാറിൽ തൈര് അടിച്ചെടുക്കരുത്, ഭയങ്കര ലൂസ് കൺസിസ്റ്റൻസിയായി മാറും. അത് കാരണം മിക്സിയുടെ ജാറിൽ അടിക്കേണ്ട, നിങ്ങൾ കയ്യിൽ കൊണ്ട് ഇങ്ങനെ ഉടച്ചു കൊടുത്താൽ മതി, നല്ല ലൂസായിട്ട് കിട്ടും. ഇത് പുളിയുള്ള തൈരാണ് എങ്കിൽ നിങ്ങൾ കുറച്ച് ചേർത്തിട്ട് കറിയുടെ, അതായത് പച്ചടിയുടെ ടേസ്റ്റ് നോക്കിയതിന് ശേഷം വീണ്ടും ചേർക്കുക. കൂടുതൽ ആദ്യം തന്നെ ഒഴിക്കരുത്. പുളി കുറവാച്ചെങ്കിൽ ആദ്യം നോക്കിയതിന് ശേഷം വീണ്ടും തൈര് ചേർക്കുക. അത് മാത്രം ശ്രദ്ധിക്കുക. കുക്കറിൻ്റെ വിസിൽ പോയി. ഞാൻ തുറന്ന് നോക്കി. 8 വിസിൽ അടിച്ചിട്ട് തുറന്ന് നോക്കിയപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം ഞാൻ 4 വിസിലും കൂടി അടുപ്പിച്ചു. 12 വിസിൽ അടുപ്പിച്ചു. ഓരോ പൈനാപ്പിളിൻ്റെയും വേവ് വ്യത്യാസം ഉണ്ടായിരിക്കും. അത് കാരണം നിങ്ങൾ വെന്തൊന്ന് നോക്കിയതിന് ശേഷം വീണ്ടും വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും കുക്കർ അടച്ച് വെച്ച് വിസിലടുപ്പിക്കുക. ഞാൻ ഇവിടെ 12 വിസിലാണ് അടിച്ചു. നന്നായി വെന്തുണ്ട് കേട്ടോ. അപ്പോൾ നോക്കൂ, ഇത് ഉടഞ്ഞ പോലെ ആവണം, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായി വെന്താലേ പച്ചടി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നന്നായി വെന്തുണ്ട്. വെറുതെ ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇപ്പോൾ വെള്ളം എല്ലാം വളരെ കുറവാണ്, തീരെ ഇല്ല വെള്ളം. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചത് കൊണ്ടാണ് വെള്ളം തീരെ ഇല്ലാത്തത്. പൈനാപ്പിൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് പുളിയുള്ള പൈനാപ്പിളാണ്, അധികം മധുരം ഇല്ല. നമുക്ക് മധുരം കുറച്ചും കൂടി വേണമെങ്കിൽ പഞ്ചസാര ചേർത്താൽ മതി. ഞാനിവിടെ 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. കുറച്ച് മധുരം കുറവുണ്ട്. 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുക. ഇത് ഇളക്കി കൊടുക്കുക. വെന്ത് കഴിഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്കറിയാം. അപ്പോൾ വേണമെങ്കിൽ ചേർത്താൽ മതി. ആദ്യമേ പഞ്ചസാര ചേർക്കേണ്ട, വെറുതെ പഞ്ചസാര ഇട്ട് ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ. വെന്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പൈനാപ്പിൾ ഒന്ന് കഴിച്ച് നോക്കിയാൽ നമുക്കറിയാം പുളിയുണ്ടോ നല്ല മധുരം ഉണ്ടോ. അതിനനുസരിച്ചിട്ട് നമ്മൾ പഞ്ചസാര ചേർത്താൽ മതി. നമുക്കിതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ചേർക്കാം. തീ സിമ്മിലിടണം. ഇത് ചേർക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. തേങ്ങയുടെ പച്ചമണം ഒന്ന് മാറണം. മധുരം ഉണ്ടെങ്കിലാണ് പച്ചടി ടേസ്റ്റ്. അത് കാരണം മധുരം കുറവാച്ചെങ്കിൽ നിങ്ങൾ പഞ്ചസാര ആഡ് ചെയ്തോളൂ. ഒന്ന് ചൂടാവട്ടെ, തിളക്കട്ടെ. അപ്പോൾ തേങ്ങയുടെ പച്ചമണം പോവും. തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലിടുക. 2 മിനിറ്റ് തേങ്ങ ഒന്ന് ചൂടാവണം, എന്നാലേ തേങ്ങയുടെ പച്ചമണം പോവുള്ളൂ. കാരണം മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ഇടുക. വെള്ളം അധികം ഒഴിക്കണം. ഇനി തൈര് ഒഴിക്കുമ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ അംശം വരും. അത് കാരണമാണ് വെള്ളം വീണ്ടും ചേർക്കരുത്. വെള്ളം കുറച്ച് വെച്ചിട്ട് വേവിക്കുന്നത് അതുകൊണ്ടാണ്. വെള്ളം കൂടുതലായി പിന്നെ അത് വറ്റിക്കാൻ നിൽക്കണം.
അത് കാരണം ആദ്യം നമ്മൾ വെള്ളം കൂടുതൽ ഒഴിക്കരുത്. ഇളക്കി കൊടുക്കുക. വെള്ളം കുറവല്ലേ, അത് കാരണം ഇളക്കി കൊടുക്കുക. വളരെ എളുപ്പം ഉണ്ടാക്കാം. കാരണം കുക്കറിൽ തന്നെ നമ്മൾ വേവിച്ചു, ഇനി അതിൽ തന്നെ നമ്മൾ തൈരും തേങ്ങയും ചേർത്താൽ മതി. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. കാരണം അധികം എരിവില്ല. നമ്മളൊരു പച്ചമുളകാണ് ചേർത്തത്. ഇനി വേണമെങ്കിൽ മാത്രം നമുക്ക് 2 പച്ചമുളക് ചേർത്താൽ മതി. എരിവിനനുസരിച്ച് നിങ്ങൾ മാറ്റം വരുത്തിക്കോളൂ. തേങ്ങ അരയ്ക്കുമ്പോൾ നമുക്ക് തൈര് ചേർക്കാം. തേങ്ങയുടെ പച്ചമണം പോയി നമുക്ക് തൈര് ചേർക്കാം. തീ സിമ്മിലിട്ടിട്ട് വേണം തൈര് ചേർക്കാൻ. തൈര് ചേർത്താൽ പിന്നെ തിളക്കരുത്. കട്ട ഉടച്ചിട്ട് തൈര് ചേർക്കുക. ഇത് സിമ്മിലാക്കി നമുക്ക് തൈര് ചേർക്കാം. ആദ്യം കുറച്ചായിട്ട് ചേർക്കുക. കാരണം ഒരുമിച്ച് ചേർത്താൽ നമുക്ക് ചിലപ്പോൾ പുളി കൂടിപ്പോവും. അപ്പോൾ ആദ്യം കുറച്ച് ചേർത്തിട്ട് വീണ്ടും നോക്കിയതിന് ശേഷം ചേർക്കുക. ഇളക്കി കൊടുക്കുക. നമ്മൾ വെള്ളത്തിൻ്റെ അംശം വരും തൈര് ചേർക്കുമ്പോൾ. അതാണ് കൂടുതൽ വെള്ളം ചേർക്കണ്ടെന്ന് പറഞ്ഞത്. തിളക്കരുത്. അത് കാരണം നന്നായി ഇളക്കി കൊടുക്കുക. തീ സിമ്മിലിടുക. ചൂടായാൽ മാത്രം മതി. തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ചൂടാവേണ്ട ആവശ്യമുള്ളൂ. സദ്യക്കൊക്കെ എപ്പോഴും ഉണ്ടാവേണ്ടതാണ് പൈനാപ്പിൾ പച്ചടി. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളതിൽ ഉപ്പിട്ടിട്ടില്ല, ഉപ്പിടണം. മധുരമൊക്കെ ഉണ്ട്, ഇനി ഉപ്പിടണം. കുറച്ച് ഉപ്പ് ചേർക്കുക, 1/4 ടീസ്പൂൺ. അത് നന്നായി ചൂടായി. അധികം അത് തിളച്ച് മറയണ്ട. ഓഫാക്കാം. കഴിച്ച് നോക്കട്ടെ. ഉപ്പും മധുരമൊക്കെ ഉണ്ട്. അതായത് നമ്മൾ ഉപ്പ് കൂടുതൽ ഇടേണ്ട ആവശ്യമില്ല. കാരണം ഇത് കുറച്ച് മധുരമുള്ള കറിയാണല്ലോ പച്ചടി. ഉപ്പ് നോക്കിയിട്ട് ഒരു 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ മതിയാവും. ഞാൻ 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ആദ്യം 1/4 ടീസ്പൂൺ ഇട്ടപ്പോൾ കുറച്ച് കുറവാണ് തോന്നി. 1/4 ടീസ്പൂൺ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ പഞ്ചസാരയുടെ അളവ് നിങ്ങൾ കഴിച്ച് നോക്കിയിട്ട് മധുരം കുറവാണ് തോന്നുക വെച്ചെങ്കിൽ നിങ്ങൾ വീണ്ടും ചേർത്തോളൂ. നമുക്ക് താളിക്കാം. അതിനു വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഓയിൽ ഒഴിച്ചോളൂ. ചൂടായതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കുക. ഇത് സിമ്മിലിടണം. കരിയരുത് കടുക്. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് പച്ചമുളക് ചേർക്കുക. 1-2 ചേർക്കാം. കരിയരുത്. ഇളക്കി കൊടുക്കുക. ശേഷം കറിവേപ്പില ചേർക്കുക. ഓഫാക്കുക. നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡിയായി. നമുക്ക് സർവിംഗ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ സദ്യ സ്പെഷ്യൽ പൈനാപ്പിൾ പച്ചടി റെഡിയായി. നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.